ഹായ് ഫ്രണ്ട്സ്, മോണ്ടി ഹോൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ടീസറാണ്. പ്രോബബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു അമേരിക്കൻ ടെലിവിഷൻ ഷോയായ ലെറ്റ്സ് മേക്ക് എ ഡീൽ എന്നതിൻ്റെ ഹോസ്റ്റായ മോണ്ടി ഹോളിൻ്റെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ആ അമേരിക്കൻ ഗെയിം ഷോ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അത് ക്ലിയർ ആയിട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണ്ടി ഹോൾ പ്രോബ്ലംസ് ഈസിലി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ 2025 സി ജിയിലെ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. കാരണം സെലക്ഷൻ പോസ്റ്റ് എക്സാമിന് മോണ്ടി ഹോൾ പ്രോബ്ലംസ് ചോദിച്ചിരുന്നു. ഈ മോണ്ടി ഹോൾ ഒരു ഹോസ്റ്റാണ്. സോ ദർ ആർ മെനി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഷോ. സോ 1, 2, 3 ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. 1, 2, 3 എന്ന് പറയുന്ന 3 ഡോറുണ്ട്. ആ 3 ഡോറിൻ്റെ പിറകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാറ്, അതായത് ഒരു കാർ, ഒരു സമ്മാനമായിട്ട്, ഒരു പ്രൈസ് ആയിട്ട് ഒരു കാറ് വെച്ചിട്ടുണ്ടാവും. 1, 2, 3 ഏത് ഡോറിൻ്റെ പുറകിൽ വേണമെങ്കിലും കാറ് വെക്കാം. പക്ഷെ ബാക്കി 2 ഡോറിലും ഉണ്ടാവുന്നത് ഗോട്ടായിരിക്കും. ഗോട്ട് ഏതെങ്കിലും ഒരു ആടായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ആടുകളും ഉണ്ടാവും, ഒരു കാറും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോറ് സെലക്ട് ചെയ്യാൻ പറ്റും. 1, 2, 3 ഏതെങ്കിലും ഒരു ഡോറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1, 2, 3 ഏതെങ്കിലും ഒരു ഡോറ് നിങ്ങൾ സെലക്ട് ചെയ്തു. സപ്പോസ് യു സെലക്റ്റഡ് ഡോർ നമ്പർ 1. ഓക്കെ, അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത ഡോറിൻ്റെ ബാക്കിൽ കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ് കിട്ടും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡോറിൻ്റെ ബാക്കിൽ ആടാണെങ്കിൽ നിങ്ങൾക്ക് കാറ് കിട്ടില്ല. ഓക്കെ, സോ ദർ ആർ 3 ഡോർസ് ആൻഡ് യു സെലക്റ്റഡ് ഡോർ നമ്പർ 1. സോ റിമൈനിങ് ഡോർസ് ആർ ഡോർ നമ്പർ 2 ആൻഡ് ഡോർ നമ്പർ 3. ഈ 3 ഏതെങ്കിലും ഒന്നിൻ്റെ പുറകിൽ എന്തുണ്ട്? കാറുണ്ട്. മേ ബി നിങ്ങൾ സെലക്ട് ചെയ്ത 1ൻ്റെ പുറകിലാവാം, അല്ലെങ്കിൽ 2 or 3ൻ്റെ പുറകിലാവാം. മോണ്ടി ഹാൾ, അതായത് ആ പ്രോഗ്രാമിൻ്റെ ഹോസ്റ്റ്, അദ്ദേഹത്തിന് ഏത് ഡോറിൻ്റെ പുറകിലാണ് കാറ് ഉള്ളത് എന്നറിയാം. അദ്ദേഹം ഒരു ഡോറ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു വന്നു. 2 എന്ന് പറഞ്ഞ ഡോറ് തുറന്ന് കാണിച്ചു വന്നു. ആ ഡോറിൻ്റെ പുറകിൽ ഒരു ആടാണുള്ളത്, കാറല്ല. So the question is, will you switch your option from 1 to 3? ഇതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ ഓപ്ഷൻ 1 ആണ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത്. അതിലെന്തുണ്ട്? കാറാണോ, അതിൻ്റെ പുറകിൽ കാറാണോ, അല്ലെങ്കിൽ ആടാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഡോർ നമ്പർ 2 ഓപ്പൺ ആയ സമയത്ത് മോണ്ടി ഹാൾ ഓപ്പൺ ആയ സമയത്ത് ഡോർ നമ്പർ 2ൻ്റെ പുറകിൽ ആടാണ്. അങ്ങനെയാണെങ്കിൽ യു ആർ ഗിവൺ എൻ ഓപ്ഷൻ. നിങ്ങൾക്കൊരു ഓപ്ഷൻ തന്നു. യു ക്യാൻ ഐദർ സ്വിച്ച് ഓർ യു ക്യാൻ സ്റ്റേ ബാക്ക്. നിങ്ങൾക്ക് ഒന്നുകിൽ 1ൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ സ്വിച്ച് ടു 3. ഇതാണ് ബേസിക്കലി മോണ്ടി ഹോൾ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ? അപ്പം ഇമീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്തു? 1, 2, 3 ദർ ആർ 3 ഡോർസ്. ഈ 3 ഡോറിൽ ഒന്ന് നിങ്ങൾ പിക്ക് ചെയ്തു. ഈ ഡോറിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പോസിബിലിറ്റി 1/3 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ദർ ആർ ടോട്ടൽ ഔട്ട്കംസ് 3 ആണ്, സാമ്പിൾ സെറ്റ് 3 ആണ്. അതിൽ ഫേവറബിൾ ഔട്ട്കം ആയിട്ടുള്ളത് 1 ആണ്. സോ 1 out of 3 പോസിബിലിറ്റി എന്തിനുണ്ട്? ഇതിനുണ്ട്. 1 out of 3 പോസിബിലിറ്റി 2ൻ്റെ പുറകിലുണ്ട്. 1 out of 3 പോസിബിലിറ്റി 3ൻ്റെ പുറകിലുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇതാക്കി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ 1/3 പോസിബിലിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത ഡോർ നമ്പർ 1നുള്ളത്. ബാക്കി 2നും കൂടി 2/3 പ്രോബബിലിറ്റി ഉണ്ട്. സോ 1/3 പ്രോബബിലിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത ഡോറിൻ്റെ പിറകിൽ കാറാവാനുള്ളത്. ആൻഡ് റിമൈനിങ് 2 ഡോർസിൻ്റെ പുറകിൽ കാറാവാനുള്ള പോസിബിലിറ്റി 2/3 ആണ്. ഓക്കെ, നൗ ഈ 2 ഡോറിൻ്റെയും പുറകിൽ 2 and 3, ഈ 2 and 3യുടെ പുറകിൽ കാറാവാനുള്ള പോസിബിലിറ്റി 2/3 ആണ്. നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ പ്രോബബിലിറ്റി 1/3 ആണ്. നൗ ഈ 2/3ൽ ഒരു ഡോറിൻ്റെ പുറകെ കംപ്ലീറ്റ്ലി എന്താണ്? ആടാണ്. ഡോറിൻ്റെ പുറകിൽ ആടാണ്. സോ ഈ റിമൈനിങ് ഡോറിൻ്റെ പുറകിൽ, അതായത് ഈ 2 ഡോറിൻ്റെയും കൂടി പ്രോബബിലിറ്റി 2/3 ആണ്. പുറകിൽ ആടാവാനുള്ള പ്രോബബിലിറ്റി 2/3 ആണ്. അതിൽ ഒരു ഡോറിൻ്റെ പുറകിൽ എന്തല്ല? കാറല്ല. ഒരു ഡോറിൻ്റെ പുറകിൽ എന്താണ്? ആടാണുള്ളത്. സോ ഈ 2 ഡോറിൻ്റെയും കൂടി പുറകിൽ കാറാവാനുള്ള പ്രോബബിലിറ്റി ആയ 2/3 ഇപ്പോൾ ഒരു ഡോറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ പുറകിൽ ആടാവാനുള്ള, അതായത് 3rd ഡോറിൻ്റെ പുറകിൽ കാറാവാനുള്ള പോസിബിലിറ്റി 2/3 ആയി. നൗ നിങ്ങൾ സെലക്ട് ചെയ്ത ഡോറിൻ്റെ പുറകിൽ കാറാവാനുള്ള പോസിബിലിറ്റി 1/3 ആണ്. പക്ഷേ നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോറിൻ്റെ പുറകിൽ കാറാവാനുള്ള പ്രോബബിലിറ്റി 2/3 ആണ്. നൗ ഇതിലേതാ ബെനിഫിറ്റ്? നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി 2/3 ആണ്. സോ യു വിൽ സ്വിച്ച്. നിങ്ങൾ സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും ബെനിഫിറ്റ് ഉള്ളത്.
ഇതിൽ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ആ ഡോറിൻ്റെ പുറകെ തന്നെ എപ്പോഴും കാറ് വരുമെന്നുള്ളത്. പക്ഷേ അവിടെ പ്രോബബിലിറ്റി 2/3 ആണ്. നിങ്ങൾക്ക് ചിലപ്പം ഫസ്റ്റ് സെലക്ഷൻ അത് കാറാവില്ല, പക്ഷേ ഓൺ ആൻ ആവറേജ് നിങ്ങളൊരു 100 സെലക്ഷൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഈ തേർഡിൻ്റെ പുറകിൽ എന്താവുന്നതാണ്, കാറാവുന്നതാണ്. ഓക്കെ, ഞാൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത്രയും കൺസെപ്റ്റ്. ഇതൊരു കുറച്ചുകൂടി ഒരു വൈഡർ ആംഗിളിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ദർ ആർ 100 ഡോർസ്, 100 ഡോർ ഉണ്ട്. ആൻഡ് യു സെലക്റ്റഡ് ഡോർ നമ്പർ 1. നിങ്ങൾക്കറിയാം ഡോർ നമ്പർ 1ൻ്റെ പുറകിൽ കാറാവാനുള്ള പ്രോബബിലിറ്റി 1/100 മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ മോണ്ടി ഹാൾ കംസ്. മോണ്ടി ഹാൾ വന്നിട്ട് എല്ലാ ഡോറും ഓപ്പൺ ആക്കി, എക്സെപ്റ്റ് ദിസ്. ഈ ഒരു ഡോർ മാത്രം ഓപ്പൺ ആക്കിയില്ല, ബാക്കി എല്ലാ ഡോറും ഓപ്പൺ ആക്കി. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഈ ഡോർ നമ്പർ 1 ആണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. ഡോർ നമ്പർ 1ൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബബിലിറ്റി 1/100 ആണ്. ആൻഡ് റിമൈനിങ് ഉള്ളത് ബാക്കി 99 ഡോറുകളാണ്. ഈ 99 ഡോറിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബബിലിറ്റി 99/100 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഡോറിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബബിലിറ്റി 1/100 ആണ്. ബാക്കിയുള്ള ഡോറുകളിൽ കാർ ആവാനുള്ള മൊത്തം പ്രോബബിലിറ്റി 99/100 ആണ്. ഈ 99/100 പ്രോബബിലിറ്റിയിൽ 98 ഡോറുകളും ഓപ്പൺ, 98 ഡോറുകളും ഓപ്പൺ ആക്കി. 98 ഡോറുകളും ഓപ്പൺ ആക്കി. ആ ഡോറിൽ ഒന്നും എന്തില്ല, ബാക്കിൽ എന്തില്ല, കാറില്ല. ഓക്കെ, ബിക്കോസ് മോണ്ടി നോസ് ഏതിലാണ് ഇതിൽ കാറുള്ളത്. 98 ഡോറുകളും ഓപ്പൺ ആക്കി, 98 ഡോറുകളിലും കാറില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം ഈ 99/100 എന്ന് പറഞ്ഞ പ്രോബബിലിറ്റിയാണ് ബാക്കിയുള്ള 99 കാറുകളിലും കൂടി 99 ഡോറിൻ്റെയും പുറകിൽ 99 ഡോറുകളുടെയും പുറകിൽ ഏതെങ്കിലും ഒന്നിൽ കാർ ഉണ്ട് എന്നുള്ള പ്രോബബിലിറ്റി. അതിൽ 98 ഡോർ ഓപ്പൺ ആക്കി, ആ 98 ഡോറിൻ്റെയും പുറകിൽ കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമൈനിങ് പ്രോബബിലിറ്റി ആയ 99/100 മൊത്തം ഈ ഡോറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഡോർ ഓപ്പൺ ആക്കി കാറും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഒരു വൈഡർ ആംഗിളിൽ ഇത് 100% ആയിരിക്കും, ഓൾമോസ്റ്റ് 100% എന്തായിരിക്കും, ശരിയായിരിക്കും. ഇതാണ് ഒരു എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മോണ്ടി ഹാൾ പ്രോബബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പം ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള പ്രോബബിലിറ്റി കൂടും. ഓക്കെ, നമുക്ക് കുറച്ചൊരു പ്രോബ്ലംസ് കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, യു പിക്ക് ഡോർ നമ്പർ 1. There are 3 doors. Exactly one has a car. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ഏറ്റവും സിമ്പിൾ പ്രോബ്ലം. Others gods. The host who knows where the car is opens a different door revealing a goat. Then offers you the choice to stay with your original door or switch to the single remaining closed door. Which strategy gives you a higher chance to win the car? അത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്കറിയാം. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് 1/3 ആണ് അല്ലേ. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡോറിൽ ഇപ്പോൾ 3 ഡോർ ഉണ്ടെങ്കിൽ ഈ 3 ഡോറിൽ ഒരു ഡോർ നിങ്ങൾ സെലക്ട് ചെയ്തു. ഇതിൻ്റെ പ്രോബബിലിറ്റി 1/3 ആണ്. റിമൈനിങ് 2 ഡോറിൻ്റെയും പുറകിൽ കാറുണ്ട്, 2 ഡോറിൻ്റെയും കൂടി പുറകിൽ കാറുണ്ട് എന്നുള്ള പ്രോബബിലിറ്റി 2/3 ആണ്. ഓക്കെ, ഇതിലൊരു ഡോറിൻ്റെ പുറകിൽ എന്തില്ല, കാറില്ല. അപ്പം ഈ എൻറ്റയർ പ്രോബബിലിറ്റി 1ൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ആവും, കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം ഈ സ്റ്റിച്ച് ഓൺ ചെയ്യുന്നതിൽ പ്രോബബിലിറ്റി 2/3 ആവും. സോ നിങ്ങൾ സ്റ്റേയിങ് ഗിവ്സ് എ പ്രോബബിലിറ്റി ഓഫ് 1/3 ആൻഡ് സ്വിച്ചിങ് ഗിവ്സ് എ പ്രോബബിലിറ്റി ഓഫ് 2/3. Okay, if you play the classic game 300 times and always switch, roughly how many cars should you expect to win? അപ്പം നമുക്കറിയാം സ്വിച്ച് ചെയ്യുന്ന സമയത്തുള്ള പ്രോബബിലിറ്റി 2 out of 3 ആണ്. അതായത് 3 ചോയ്സിൽ നിങ്ങൾക്ക് 2 കാർ കിട്ടും. സോ ഔട്ട് ഓഫ് 300 ഗെയിംസ് യു വിൽ ഗെറ്റ് 200, റഫ്ലി 200 cars. Okay, now next, there are 4 doors, 1 car and 3 goats. You pick 1 door. സ്വന്തം ചെയ്യുക എല്ലാവരും, വളരെ ഈസിയാണ്. യു പിക്ക് വൺ ഡോർ. The host who knows where the car is, host always knows where the car is, opens exactly 1 other door revealing the goat. So this has goat. You selected this one and this door selected the സമയത്ത് you know the probability is 1/4 and the probability that the car is in any of the remaining doors is 3/4. അതും നിങ്ങൾക്കറിയാം. അതിൽ 1 ഗോട്ടാണ്. അതിൽ ഒരു ഡോർ ഓപ്പൺ ആക്കി ആ ഡോറിൻ്റെ പുറകിൽ ഗോട്ടാണ്. അപ്പം നിങ്ങൾക്കറിയാം ഈ എൻറ്റയർ 3/4 പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ 2 മുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഫൈൻ, നിങ്ങൾക്കറിയാലോ 3/4 എന്നുള്ളത് എൻറ്റയർ 2 മുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അത് ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ടില്ല. ദ അതർ ഡോർ റിവീലിംഗ് എ ഗോട്ട് ദെൻ ഓഫേഴ്സ് യു ദ ഓപ്ഷൻ ടു സ്റ്റേ വിത്ത് യുവർ ഡോർ ഓർ സ്വിച്ച് ടു 1 single remaining closed door chosen by you. Only 1 switch is allowed. Which is better?
ഓൺലി വൺ സ്വിച്ച് ഈസ് അലൗഡ്. ഒറ്റ സ്വിച്ചേ ഉള്ളൂ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം ഈ 3/4 ഈ നിങ്ങൾക്കറിയാം ഈ രണ്ട് ഡോറിൻ്റെ മുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ രണ്ട് ഡോറും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പുറകിൽ പ്രോബബിലിറ്റി, ഒന്നിൻ്റെ പുറകിൽ കാർ ഉണ്ട് എന്നുള്ള പ്രോബബിലിറ്റിയാണ് 3/4. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കിയാലാണ് മീൻസ് രണ്ടിലും കൂടിയുള്ള പ്രോബബിലിറ്റിയാണ് 3/4. അപ്പോൾ ഒന്നിൻ്റെ പുറകിൽ കാർ ഉണ്ട് എന്നുള്ള പ്രോബബിലിറ്റി രണ്ടാണ് കൂടി ഇൻറ്റു 1/2 ചെയ്യണം. സോ ഓർ 3/4/2 ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്വിച്ചിങ് ചെയ്യുന്നത് 3/8ഉം സ്റ്റേയിങ് ചെയ്യുന്നത് 1/4 ആവും. ഓക്കെ, ഈ രണ്ട് ഡോറിൻ്റെയും കൂടി പ്രോബബിലിറ്റിയാണ്. രണ്ട് ഡോറിൻ്റെയും പുറകിൽ കാർ ഉണ്ട്, രണ്ട് ഡോറിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പുറകിൽ കാർ ഉണ്ട് എന്നുള്ള പ്രോബബിലിറ്റിയാണ് 3/4. അതായത് രണ്ടാളും കൂടിയാണ് ഈ 3/4 പ്രോബബിലിറ്റി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൻ്റെ പ്രോബബിലിറ്റി അതിൻ്റെ പകുതി ആയിരിക്കും. 3/4 ഇൻറ്റു 1/2 3/8 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് 4 doors and 1 car. You pick one door. Okay, fine. Host opens 2 other doors, both showing goods, leaving one other closed door. If you switch to that last closed door, what is your chance to win? ഇതും വളരെ സിമ്പിളാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. You selected one. The probability is 1/4. Remaining probability is 3/4. അത് ഈ 3 എണ്ണത്തിനോട് ഷെയർ ചെയ്യപ്പെടും. ഓക്കെ, നൗ 2 ഡോർ ഓപ്പൺ ആക്കി മോണ്ടി ഹാൾ അല്ലെങ്കിൽ ഹോസ്റ്റ് 2 ഡോർ ഓപ്പൺ ആക്കി. ആ രണ്ടിൻ്റെയും പുറകിൽ ഗോട്ടാണ്. സോ ഈ രണ്ടും ഒരിക്കലും ഇതിൻ്റെ പുറകിൽ എന്ത് വരില്ല, കാറ് വരില്ല. സോ നിങ്ങൾക്ക് കാറ് സെലക്ട് ചെയ്യാൻ, നിങ്ങൾ സെലക്ട് ചെയ്ത ഡോറിൽ കാർ ആവാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. റിമൈനിങ് 3 ഡോറിൻ്റെ പേരിൽ കാർ ആവാനുള്ള പ്രോബബിലിറ്റി 3/4 ആയിരുന്നു. പക്ഷെ അതിൽ 2 എണ്ണത്തിൽ ഗോട്ടാണ്. അപ്പം ഈ 3/4 മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. സോ ഈ ലാസ്റ്റ് ഡോറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബബിലിറ്റി 3/4 ആയി മാറും. Okay, now 3/4 is the probability. What is your chance to win? 3/4. If you switch to the last closed door, your chance to win is 3/4. Okay, now next question. There are 4 doors. Exactly 2 doors hide cars. അപ്പോൾ 2 കാർ ഉണ്ട്. 4 ഡോറാണ്. 4 ഡോറിൻ്റെ പുറകിൽ 4 ഡോറുണ്ട്. ആ 4 ഡോറിൻ്റെ പുറകിൽ 2 എണ്ണത്തിൽ കാറുണ്ട്. ഓക്കെ, 2 എണ്ണത്തിൽ കാറുണ്ട്. And 2 hide goats. You choose one door. The host who knows opens one other door and shows a goat. You can now either stay with your original door or switch to one of the remaining 2 closed doors. You can pick only one. What is the probability of getting a car if you switch to a random remaining closed door? Okay, അപ്പോൾ ഇവിടെ ഒരു 2 എണ്ണത്തിൻ്റെ പുറകിൽ എന്തുണ്ട്, കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ചാൻസ് ഉണ്ട് അല്ലേ. ദർ ആർ 4 doors, എക്സാക്ട്ലി 2 doors hide cars and 2 hide goats. യു ചൂസ് 1 door. അപ്പോൾ ഇവിടെ 2 സിറ്റുവേഷൻ വരും. അപ്പം 2 കാർ വരുന്നതിനെ കൊണ്ട് ദർ ആർ 2 സിറ്റുവേഷൻസ്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത ഇതാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത് യു സെലക്റ്റഡ് കാർ. അങ്ങനെയാണെങ്കിൽ കാർ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 4 2 കാറാണ്. സോ പ്രോബബിലിറ്റി ഈസ് 2/4 അല്ലെങ്കിൽ 1/2. നിങ്ങൾ ഫസ്റ്റിലത്തെ നിങ്ങളുടെ ഓപ്ഷൻ കാർ സെലക്ട് ചെയ്തു, ഓർ നിങ്ങൾ ഓപ്പൺ ചെയ്ത ഡോറിൻ്റെ പുറകിൽ കാറാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു പ്രോബബിലിറ്റി 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി മൂന്നെണ്ണത്തിൽ ഹോസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഗോട്ടാണ്. സോ ബാക്കി 3 എണ്ണത്തിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണ്. ബാക്കി 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കാറാവാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണെങ്കിൽ ബാക്കി 3 എണ്ണത്തിൻ്റെ പ്രോബബിലിറ്റി വരുന്നത് 1/2 ആണ്. സോ ആ 1/2 ഈ 2 എണ്ണത്തിൻ്റെ മുകളിൽ ഷിഫ്റ്റ് ആവും. ഈ 2 എണ്ണത്തിൽ ഒന്നിൽ കാറാവാം, ഒന്നിൽ ഗോട്ടാവാം. സോ ഈ 2 എണ്ണത്തിൽ ഒന്നിൽ കാറാവാം, ഒന്നിൽ ഗോട്ടാവാം. സോ ഈ 2 എണ്ണത്തിൽ ഒന്നാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. സോ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് കാറുമാണ്, ഒന്ന് ഗോട്ടുമാണ്. സോ അപ്പം ഈ 2 എണ്ണത്തിൻ്റെയും കൂടി കാറ് സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി വിൽ ബി 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോബബിലിറ്റി 1/2 ആണ്. അത് ഓൾറെഡി സെലക്ട് ചെയ്ത പ്രോബബിലിറ്റി അത് കാറാവാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. റിമൈനിങ് 2 ഡോറിൽ ഒന്ന് കാറാവാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. കാരണം പിന്നുള്ളത് 2 ഡോറാണ്, അതിൽ ഒന്ന് കാറാണ്, ഒന്ന് ഗോട്ടാണ്. അപ്പോൾ അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കാറാവാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. സോ ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി വിൽ ബി 1/4. സോ യു സെലക്റ്റഡ് എ കാർ. നിങ്ങൾ കാർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഔട്ട് ഓഫ് 2 കാർസ് ഒന്ന് ഇതിലായിരിക്കും. സോ 1/2 വിൽ ബി ദ പ്രോബബിലിറ്റി. ആൻഡ് റിമൈനിങ്
3 ഡോറാണുള്ളത്. ആ 3 ഡോറിന് ഒന്നിൻ്റെ പുറകെ ഗോട്ടാണ്. സോ ഒന്നിൻ്റെ പുറകെ ഗോട്ടായതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിൻ്റെ പുറകിൽ കാർ ഉണ്ടാവില്ല. പിന്നുള്ളത് 2 എണ്ണമാണ്. ഈ 2 എണ്ണത്തിൽ 1 കാറായിരിക്കും, 1 ഗോട്ടായിരിക്കും. കാരണം ടോട്ടൽ 2 ഗോട്ടും 2 കാറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് ഓൾറെഡി നമ്മൾ കാറായിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി 1/2 കണ്ടു. പിന്നുള്ളത് 2 ഡോറാണ്. ഈ 2 ഡോറിൻ്റെ പുറകിൽ ഒന്നിൻ്റെ പുറകിൽ കാറായിരിക്കും, ഒന്നിൻ്റെ പുറകിൽ എന്തായിരിക്കും, ഗോട്ടായിരിക്കും. സോ ഈ 2 എണ്ണത്തിൽ നിന്ന് 1 പിക്ക് ചെയ്താൽ അത് കാറാവാനുള്ള പ്രോബിലിറ്റി 1/2 ആയിരിക്കും. സോ ടോട്ടൽ പ്രോബിലിറ്റി 1/2 × 1/2 വിൽ ബി 1/4. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്താവാം, ഗോട്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തത് ഗോട്ടാവുകയാണെങ്കിൽ, നിങ്ങൾ സെലക്ട് ചെയ്തത് ഗോട്ടായി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 1/2 വരും. 1/2 ആണ് അതിൻ്റെ പ്രോബിലിറ്റി വരുന്നത്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തത് ഗോട്ടാവാനുള്ള പ്രോബിലിറ്റി 1/2. സോ നിങ്ങൾ സെലക്ട് ചെയ്തത് ഗോട്ടാണ്, 2 ഗോട്ടാണുള്ളത്, 2 ഗോട്ടിൽ 1 നിങ്ങൾ സെലക്ട് ചെയ്തു. സോ അതിൻ്റെ പ്രോബിലിറ്റി 1/2 വന്നു. ഓക്കെ, ഇനി വരുന്നത് ഓപ്പൺ ചെയ്തത്, മോണ്ടി ഓപ്പൺ ചെയ്തത് ഗോട്ടാണ്. മോണ്ടി ഓപ്പൺ ചെയ്ത ഡോറിൻ്റെ പുറകിൽ ഗോട്ടാണ്. അങ്ങനെയാണെങ്കിൽ 2 ഗോട്ട് ഓൾറെഡി വന്നു. ഇനിയുള്ള 2 എന്തായിരിക്കും, കാറായിരിക്കും. സോ ഈ 2 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാറ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി വിൽ ബി 1 അല്ലേ, ആ 2 കാറാണ്. അങ്ങനെയാണ് അതിൻ്റെ പ്രോബിലിറ്റി 1 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി വിൽ 1/2 × 1 വിൽ ബി 1/2. സോ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു സെലക്ഷൻ്റെ പ്രോബിലിറ്റി വിൽ ബി 1/4 + 1/2 വിച്ച് ഈസ് 3/4. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി വേണ്ട ഒരു പ്രോബ്ലം, അതായത് ഇതിൽ ഒരു മോണ്ടി കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്, പക്ഷേ ഒരു 2 കാർ വരുന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ്, ദർ ആർ 10 doors, 1 car 9 goats. 1 car 9 goats. ഞാനത് ചിത്രം വരയ്ക്കുന്നില്ല. യു പിക്ക് 1 door. അപ്പോൾ നമുക്കറിയാം 1 door പിക്ക് ചെയ്ത് ഇതിൻ്റെ പ്രോബിലിറ്റി, കാർ ആവാനുള്ള പ്രോബിലിറ്റി 1/10 ആണ്. റിമൈനിങ് പ്രോബിലിറ്റി ആയ 9/10 വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു 9 other doors. ഓക്കെ, ആ 9 ഡോറിൽ ഏതെങ്കിലും ഒന്ന് ഇതാവാനുള്ള ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 9/10 ആണ്. ദ ഹോസ്റ്റ് നോയിങ് ഓപ്പൺസ് k = 7 other doors. 7 other doors ഓപ്പൺ ചെയ്തു, 1 by 1, ഓൾവേസ് റിവീലിംഗ് ഗോഡ്സ് ആൻഡ് നെവർ ഓപ്പണിംഗ് ദ കാർ. അപ്പം നിങ്ങൾ ആദ്യം 1/10 സെലക്ട് ചെയ്തു. റിമൈനിങ് പ്രോബിലിറ്റി 9/10 ആണ്. അതിൽ 7 ഡോർ ഓപ്പൺ ചെയ്തു വിച്ച് ഹാസ് ഗോഡ്സ്. അപ്പം നമുക്കറിയാം കാർ ഉള്ളത് റിമൈനിങ് 2, ബാക്കി റിമൈനിങ് 2 ആണ്. വെച്ച് കഴിഞ്ഞാൽ ഈ 9 ഡോറിൽ 9/10 ആണ് പോസിബിലിറ്റി. 9 ഡോറിൽ ഏതെങ്കിലും ഒന്നിൽ എന്താവാനുള്ളത്, കാർ ആവാനുള്ളത്. അതിൽ 7 ഡോർ ഒഴിവായി 7 ഡോറിലും ഗോട്ടാണ്. ബാക്കിയുള്ളത് 2 എണ്ണമാണ്. ആ 2 ഡോറാണ് ബാക്കിയുള്ളത്. ഓക്കെ, ഈ 2 ഡോറിലേക്ക് ആഫ്റ്റർ ദോസ് 7 ഗോഡ്സ് ആർ ഓപ്പൺ, 2 other doors remain closed besides yours. If you switch by picking one of the 2 remaining closed doors uniformly at random, what is the probability you win the car? അപ്പം നിങ്ങൾക്കറിയാം ഈ 9/10 പോസിബിലിറ്റി ഈ 2 എണ്ണത്തിലേക്ക്, 9/10 പ്രോബബിലിറ്റി ഈ 2 എണ്ണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 9/10 എന്ന പ്രോബിലിറ്റി ഈ 2 എണ്ണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒന്നിൻ്റെ പ്രോബിലിറ്റി, അതിൽ 1 ഇതാവാനുള്ള പ്രോബിലിറ്റി 9/10/2 or 9/20. ഈ 2 ഓപ്ഷൻ 9/20 തന്നെയാണ്. അപ്പോൾ 9/10 × 1/2 9/20 or 9/10 എന്ന് പറഞ്ഞ പ്രോബിലിറ്റി 9 എണ്ണത്തിനുള്ള പ്രോബിലിറ്റി ആയിരുന്നു. അതിൽ 7 എണ്ണം ഒഴിവായി ബാക്കി 2 എണ്ണത്തിലേക്ക് ഈ 9/10 ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒന്നിൻ്റെ പ്രോബിലിറ്റി 9/20. ക്ലിയർ ആണെന്ന്. ഈ 9/10 1ലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒന്നിൻ്റെ പ്രോബിലിറ്റി 9/10 ആയിരിക്കും. 2 എണ്ണം ആയതുകൊണ്ട് 9/10 9/20. ഇനി അവർ 6 ഡോർ ഓപ്പൺ ചെയ്തു, 6 ഡോർ ഓപ്പൺ, അതിൽ ഗോട്ടാണ്. അപ്പോൾ റിമൈനിങ് 3 ഡോർസ് ഉണ്ട്. അപ്പോൾ ഈ 9/10 എന്ന് പറയുന്നത് റിമൈനിങ് 3 ഡോർസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒന്നിൻ്റെ 9/30 വരും, 9 പ്രോബിലിറ്റി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ദർ ആർ 100 doors, 1 car 99 goats. അപ്പോൾ നമുക്കറിയാം യു പിക്ക് 1 door. അപ്പോൾ നിങ്ങൾ ഒരു ഡോർ പിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി 1/100 ആണ്. ബാക്കിയുള്ള പ്രോബിലിറ്റി ആയ 99/100 എന്ന് പറയുന്നത് 99 ഡോറിലേക്ക് യൂണിഫോംലി സ്പ്ലിറ്റ് ചെയ്ത് കിടക്കും. അതായത് നിങ്ങൾ ആ 99 ഡോറിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ കാർ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 99/100 ആയിരിക്കും. ഹോസ്റ്റ് ഓപ്പൺസ് 97 other doors. അപ്പോൾ 97 ബാക്കി ഡോർ ഓപ്പൺ ചെയ്തു, 1 by 1 ഈച്ച് എ ഗോട്ട്, എല്ലാം ഗോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 99 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബിലിറ്റി 99/100 ആണ്. പക്ഷെ അതിൽ 97 റൂൾ ഔട്ട് ചെയ്തു. ആ 97ലും എന്തില്ല, കാറില്ല. ഓക്കെ, അപ്പോൾ 97ൻ്റെ പുറകിലും കാറില്ലെങ്കിൽ ബാക്കിയുള്ളത് 2 ഡോറാണ്. ആ 2 ഡോറിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 99 ഡോറിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബിലിറ്റി 99/100 ആണ്. അതിൽ 97 എണ്ണത്തിൻ്റെ പുറകിൽ കാറില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 2 ഡോറിൻ ഈ 99/100 എന്ന് പറഞ്ഞ പ്രോബിലിറ്റി ബാക്കിയുള്ള 2 ഡോറിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബിലിറ്റി ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഒരു ഡോറിൻ്റെ പുറകിൽ കാർ ആവാനുള്ള പ്രോബിലിറ്റി 99/200. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി യു വിൻ ദ കാർ?
നിങ്ങൾ സ്വിച്ച് ചെയ്തു അല്ലേ. യു സ്വിച്ച് ബൈ പിക്കിംഗ് വൺ ഓഫ് ദ ടു റിമൈനിങ് ക്ലോസ്ഡ് ഡോർ. അപ്പോൾ സ്വിച്ച് ചെയ്താൽ 99/200, നിങ്ങൾ സ്റ്റേ ചെയ്താൽ 1/100. ഓക്കെ. അടുത്തത്, ദർ ആർ 50 doors, 1 car and 49 goods. യു പിക്ക് 1 door. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ യു പിക്ക് 1 door എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/50 വിൽ ബി ദ പ്രോബബിലിറ്റി and the remaining probability will be 49/50. This will be allotted to 49 doors. Okay. Host opens K equal to 45 other doors. 45 other door ഓപ്പൺ ചെയ്തു. അപ്പോൾ റിമൈനിങ് ഡോർസ് വിൽ ബി 4. അതിലേക്ക് ഈ 49/50 എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അത് 49 ഡോറിലേക്കുള്ള പ്രോബബിലിറ്റി 45 എണ്ണത്തിൽ എന്തല്ല, കാറല്ല. അപ്പം ബാക്കിയുള്ള 4 എണ്ണത്തിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അപ്പം 4 എണ്ണത്തിലേക്കുള്ള പ്രോബബിലിറ്റി 49/5. ആൻഡ് യു സ്വിച്ച് ബൈ പിക്കിംഗ് വൺ ഓഫ് ദോസ് 4 യൂണിഫോംലി അറ്റ് റാൻഡം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി യു വിൻ ദ കാർ. അപ്പം 1 ആകുന്ന സമയത്ത് 49/4 × 50 ഓർ 49/200. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. ദർ ആർ 1000 doors, 1 car and 999 goods. ഓക്കെ, ഈസിയാണ്, നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തു യു പിക്ക് 1 door. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1/100 ആണ്. ആൻഡ് ദ റിമൈനിങ് പ്രോബബിലിറ്റി ഈസ് 999/100,000. ദ ഹോസ്റ്റ് ഓപ്പൺസ് 997 അതർ ഡോർസ്. അപ്പം ഈ 999 ഡോറിൽ ഒരുമിച്ചുള്ള പ്രോബബിലിറ്റി 999/1000 ആണ്. അതിൽ 997 ഡോർ ഓപ്പൺ ചെയ്തു, അതിലെല്ലാം ഗോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റയർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2 എണ്ണത്തിലേക്കാണ്. After that, 2 other doors remain closed besides yours. You switch by picking one of those 2 uniformly. What is the probability you win? അപ്പം ഇതിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പം പ്രോബബിലിറ്റി വിൽ ബി 999/2000. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ചെയ്തതാണ്, ഓൾറെഡി ചെയ്ത പ്രോബ്ലമാണ്. ഓക്കെ, ഇത് ഞാൻ പിന്നെ ചെയ്യുന്നില്ല. അപ്പം ക്വസ്റ്റ്യൻ നമ്പറിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഈ മോണ്ടി ഹോൾ പ്രോബ്ലംസ് ഉള്ള കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് മോണ്ടി ഹോൾ പ്രോബ്ലംസ് ഉണ്ടാവുക. അപ്പം ഇത് ഈ ഒരു സെലക്ഷൻ പോസ്റ്റിൽ വന്ന ചോദ്യമാണ്. അത് CGL-ലേക്കും എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് സിമ്പിൾ ലെവലേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഓവർ ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. CGL-ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.